ഹലോ, അപ്പോൾ ഇന്ന് ഡിസംബർ 25 ക്രിസ്മസ് ഡേ ആണ്. അപ്പം നമ്മളിന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോയിരിക്കുന്നത് മീനു മിസ്സിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ മിസ്സിൻ്റെ ഫാദർ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ മിസ്സ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെത്തിയപ്പോൾ ഏകദേശം ഒരു ബ്രഞ്ച് ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഒരു 11 ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ മിസ്സിൻ്റെ അനിയത്തി അവിടെ നമുക്ക് വേണ്ടിയിട്ട് ചായയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മിസ്സ് ഞാനും കൂടെ അവിടെ നിന്ന് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മിസ്സിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം അവിടുത്തെ വീടും പരിസരവും അതിനെപ്പറ്റിയൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി സംസാരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ടുള്ളത് ഡൈനിങ് റൂമിലേക്കാണ്. അപ്പോൾ ദേ മിസ്സ് നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിരിക്കുന്നത് അപ്പം ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, പിന്നെ കറിയായിട്ട് ചിക്കൻ കറിയും പിന്നെ ഡക്ക് റോസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്ന് പറയുന്നത് നല്ല പൂ പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നേ. പിന്നെ നമുക്ക് ചായ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ്. ചിക്കൻ കറി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ മിസ്സിൻ്റെ അനിയത്തി മീനുവിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടമായെന്ന് പറഞ്ഞപ്പോഴത്തേനും മിസ്സ് ഹാപ്പി, അവിടെ എല്ലാവരും ഹാപ്പി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ടേബിളൊക്കെ ക്ലീനിങ് ആണ്, മിസ്സാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പം മിസ്സിൻ്റെ അമ്മയുടെ ഫോട്ടോയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത്. അത് മിസ്സിൻ്റെ ഒരു ഫോമർ സ്റ്റുഡൻറ്റ് വരച്ചു കൊടുത്താണ്, അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗാർഡനിലേക്ക് ഇറങ്ങി. മിസ്സിന് കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. മിസ്സിൻ്റെ പപ്പയാണ് ഇതെല്ലാം നോക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പാഷൻ ഫ്രൂട്ടും അതുപോലെ വാഴയും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം പപ്പ എങ്ങനെയാണ് നോക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും മിസ്സിൻ്റെ അനിയത്തി നമുക്ക് ഐസ്ക്രീം കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ വാനിലയായിരുന്നു ഫ്ലേവർ. പിന്നെ ആ ഒരു സ്പെഷ്യൽ ഡിസൈനുള്ള സ്പൂണൊക്കെ ആയിരുന്നു നമുക്ക് കേട്ടോ ഐസ്ക്രീം കഴിക്കാനായിട്ട് കൊണ്ടു തന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മിസ്സ് പറഞ്ഞു മിസ്സിന് കിട്ടിയ കുറേ ഗിഫ്റ്റൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മിസ്സ് ഷോ കേസിൽ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു ഗിഫ്റ്റാണിത്. മിസ്സിൻ്റെ ഫോമർ സ്റ്റുഡൻസ് കൊടുത്താണ്. മിസ്സ് ശരിക്കും ഇതിന് ഒത്തിരി വാല്യൂ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെയാണ് ഗിഫ്റ്റ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇത് മിസ്സിൻ്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഗിഫ്റ്റൊക്കെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്സിന് കിട്ടിയ ഗിഫ്റ്റും സർട്ടിഫിക്കറ്റ്സും അങ്ങനെയുള്ള കുറേ മൊമെൻറ്റോവും അങ്ങനെ എല്ലാ സാധനങ്ങളും മിസ്സ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഷോക്കേസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മിസ്സിൻ്റെ ആൽബം നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്സിൻ്റെ കുഞ്ഞിലത്തെ കുറേ ഫോട്ടോസും അതുപോലെ വീട്ടിലെല്ലാവരെയും ഓരോരുത്തരെ വീതം നമ്മളിങ്ങനെ പരിചയപ്പെടുത്തി ആൽബം എല്ലാം നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചിരിയാണല്ലോ. അങ്ങനെ നമ്മൾ സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും മിസ്സിൻ്റെ അനിയത്തി പോയതേ നമുക്ക് കമ്പിളി നാരങ്ങ കട്ട് ചെയ്ത് കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി.